കണ്ണൂർ ജില്ലയിൽ ഉണ്ടായ ഒരു സംഘർഷം യൂത്ത് കോൺഗ്രസ് CPIM പ്രവർത്തകർ തമ്മിൽ അവിടെ വീണ്ടും ഇപ്പോൾ പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെ വീണ്ടും സംഘർഷാവസ്ഥ എന്ന് അരുൺ പൂപ്പറമ്പ അറിയിക്കുന്നുണ്ട്. നമ്മൾ ആ വാർത്തയിലേക്കാണ് പോകുന്നത്. അവിടെ നടന്നൊരു യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് സംഘർഷം ഉണ്ടായത്. വീണ്ടും അവിടെ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. പ്രവർത്തകർ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുകയാണ്. അവരെ ശാന്തരാക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. നേരത്തെയും ഇത്തരത്തിൽ സംഘർഷമുണ്ടായപ്പോൾ പോലീസ് ഇടപെട്ട് ഇരുവിഭാഗങ്ങളിലെയും പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ അവർ പിരിഞ്ഞു പോയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ വീണ്ടും സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. പോലീസ് അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കണ്ണൂർ മലപ്പട്ടത്താണ് ഈ സംഘർഷാവസ്ഥ ഇപ്പോൾ നിലനിൽക്കുന്നത്. കോൺഗ്രസിന്റെയും CPIMന്റെയും പ്രവർത്തകരാണ് ഇപ്പോൾ നേർക്കുനേർ അവിടെ പോരടിക്കുന്നത്. കോൺഗ്രസിന്റെ പ്രതിഷേധ പരിപാടിക്കിടയിലാണ് ഇത്തരത്തിൽ സംഘർഷം ഉണ്ടായത്. അങ്ങനെ യൂത്ത് കോൺഗ്രസിന്റെ പദയാത്ര അവിടെ നടക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ സംഘർഷാവസ്ഥ ഉടലെടുത്തത്. പോലീസ് ഇടപെട്ടിപ്പോൾ പ്രവർത്തകരെ ശാന്തരാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് അവിടെ എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. നേരത്തെ K. സുധാകരന്റെ പ്രസംഗം ഉണ്ടായിരുന്നു. പല്ലുപോയ സിംഹമെന്ന് CPIMകാർ വിളിച്ചു. അധികം പല്ലില്ലെങ്കിൽ കടിക്കും എന്നിങ്ങനെയൊക്കെയുള്ള പരാമർശങ്ങൾ K. സുധാകരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. നേരത്തെ ഉണ്ടായ ചില അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടും K. സുധാകരന്റെ പ്രതികരണം അവിടെ കേട്ടതാണ്. തന്നെ കൊല്ലാൻ CPIM കുറെ ബോംബെറിഞ്ഞതാണ്, പക്ഷെ താൻ ജീവനോടെ തന്നെ ഉണ്ട് എന്ന് K. സുധാകരൻ അവിടെ പ്രസംഗിച്ചിരുന്നു. ഞങ്ങളോട് കളിച്ചാൽ തിരിച്ചടിക്കും എന്നായിരുന്നു മുൻ KPCC അധ്യക്ഷനായ K. സുധാകരന്റെ പ്രതികരണം. നിങ്ങളോട് കളിക്കാനും നിങ്ങളെ കളിപ്പിക്കാനുമാകും എന്നുള്ള തരത്തിൽ കൂടി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പരാമർശങ്ങൾ ഉണ്ടായി. പോലീസ് അവരുടെ പണിയെടുത്തില്ലെങ്കിൽ പോലീസിനെയും കൈകാര്യം ചെയ്യും എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെച്ചിരുന്നു. യുദ്ധം ചെയ്യാൻ വന്നാൽ അവസാനത്തെ ആയുധമെടുക്കാൻ കോൺഗ്രസ് മടിക്കില്ല എന്നിങ്ങനെയാണ് ആ പ്രസംഗത്തിനിടെ മുൻ KPCC അധ്യക്ഷൻ K. സുധാകരൻ വ്യക്തമാക്കിയത്. ഇപ്പോൾ വീണ്ടും അവിടെ സംഘർഷം ഉണ്ടാകുന്നു. യൂത്ത് കോൺഗ്രസ് CPIM പ്രവർത്തകർ തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന സ്ഥിതി. പോലീസ് ഇടപെട്ട് അവിടെ ശാന്തരാക്കാൻ ശ്രമിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ പദയാത്രയ്ക്കിടെയാണ് ഇത്തരത്തിൽ സംഘർഷം ഉണ്ടാകുന്നത്. ആദ്യം അവിടെ സംഘർഷമുണ്ടായപ്പോൾ പോലീസ് ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കിയതാണ്, അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇരു കൂട്ടരെയും പിരിച്ചുവിടാനുള്ള ശ്രമത്തിലാണ് അവിടെ പോലീസ് സംഘം. ഇപ്പോൾ പ്രദേശത്ത് വീണ്ടും സംഘർഷാവസ്ഥയാണ് എന്ന് അവിടെ നിന്ന് അരുൺ പൂപ്പറമ്പ അറിയിക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ പദയാത്രയ്ക്കിടെയാണ് ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടാകുന്നത്. പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളി, ചേരിതിരിഞ്ഞുള്ള ഏറ്റുമുട്ടൽ ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട്. അവരെ പിന്തിരിപ്പിക്കാനുള്ള പോലീസിന്റെ ശ്രമമാണ് ഇപ്പോഴും ഈ കണ്ണൂർ മലപ്പട്ടത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ പദയാത്രയ്ക്കിടെയാണ് ഈ സംഘർഷം ഉണ്ടായത്. നേരത്തെ KPCC അധ്യക്ഷൻ മുൻ KPCC അധ്യക്ഷൻ K. സുധാകരന്റെ പ്രസംഗവും അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം രൂക്ഷമായ ഭാഷയിലാണ് CPIMനെ വിമർശിച്ചത്. നേരത്തെ അദ്ദേഹത്തിന് നേരെ ഉണ്ടായ അക്രമ സംഭവങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ടായിരുന്നു പ്രതികരണങ്ങൾ വന്നത്. അതിന് പിന്നാലെ വീണ്ടും അവിടെ സംഘർഷമുണ്ടാകുന്നു. ഇപ്പോൾ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ പദയാത്രയ്ക്കിടെയാണ് ഇത്തരത്തിൽ ഒരു സംഘർഷം ഉണ്ടാകുന്നത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. യൂത്ത് കോൺഗ്രസ് CPIM സംഘർഷമാണിപ്പോൾ കണ്ണൂർ മലപ്പട്ടത്ത്. ഇരുവിഭാഗവും നേർക്കുനേർ ഏറ്റുമുട്ടുന്നു, പോരടിക്കുന്നുണ്ട്. അവർക്കിടയിൽ പോലീസ് സംഘം നിലയുറപ്പിക്കുന്നുണ്ട്. പക്ഷേ പ്രവർത്തകർ ശാന്തരാകുന്നില്ല. പിരിഞ്ഞു പോകണം എന്നുള്ള അഭ്യർത്ഥന അവർ തള്ളുകയാണ്. അവിടെ നിന്ന് വലിയ പ്രതിഷേധം ഉയർത്തുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ചേരിതിരിഞ്ഞ് പോർ വിളിക്കുന്നുണ്ട്, ഏറ്റുമുട്ടുന്നുണ്ട്. ഉന്തും തള്ളുമൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അവരെ ശാന്തരാക്കാനുള്ള പോലീസിന്റെ ശ്രമവും ഉണ്ടാകുന്നുണ്ട്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഇപ്പോൾ ഈ വീണ്ടും എന്താണ് ഈ സംഘർഷത്തിന് കാരണമായത്? അരുൺ, ഉന്മേഷ്, K. സുധാകരനാണ് ഈ പരിപാടി, അതായത് യൂത്ത് കോൺഗ്രസിന്റെ പദയാത്ര ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടന പൊതുയോഗം കഴിഞ്ഞ ഉടൻ തന്നെ വീണ്ടും CPIM പ്രവർത്തകരും അതോടൊപ്പം തന്നെ ഞാൻ പത്രക്കാരെ കണ്ട് അവർ പറഞ്ഞു വിട്ടു. ആരെ പറഞ്ഞു വിട്ടു? ഞാൻ കാണിച്ചേ. നമുക്ക് അങ്ങോട്ട് പോണ്ട. നമുക്ക് ഞാൻ ACP മാത്രം പോവാം. ഈ ബസ്സിൽ അപ്പുറത്ത് അവർ നിൽക്കുന്ന കാണിച്ചേ.
ഏത് പാർട്ടി ഓഫീസിക്കുന്നു? ഏത് പാർട്ടി ഓഫീസിക്കുന്നു? ഈ ബസ്സിന്റെ പുറകിൽ അതൊന്നും ഞങ്ങൾ മാത്രം പിരിഞ്ഞാൽ മതി. അവര് പിരിയണ്ടേ? അവരെന്താ പിരിഞ്ഞാല്? അവരെന്താ പിരിഞ്ഞാല്? അവരെന്താ പിരിഞ്ഞാല്? അവർക്ക് പിരിഞ്ഞാലെന്താ? അല്ല, അതുകൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ലേ? ഇവിടെ നിൽക്കാൻ പറ്റില്ലേ? ഇവിടെ നിൽക്കാൻ പറ്റില്ലേ? അതെന്താ അവരോടെന്താ എസ് പിക്ക് പറയാൻ പറ്റാത്തെ? എന്നാ പറഞ്ഞു. ആദ്യം അവരെ ഞങ്ങളല്ലേ പരിപാടി നടത്തുന്നത്? അവരെ മാറ്റ്. എന്റെ ദേഹത്ത് തൊടണ്ട. അല്ല, അവരെ മാറ്റ്. ഞങ്ങള് പരിപാടി നടത്തുമ്പോ ഞങ്ങള് മാറ്റം പറയുന്നത് അവരെ മാറ്റുള്ളൂ. അവരെ മാറ്റും. അവര് പോയി. എവിടെ പോയി? എന്നാ പിന്നെന്താ പ്രശ്നം? അവര് പോയെങ്കിൽ പിന്നെന്താ എസ് സി പിക്ക് പ്രശ്നം? അവര് പോയെങ്കിൽ പിന്നെ എസ് സി പിക്ക് എന്താ പ്രശ്നം? അവര് പോയെങ്കിൽ എസ് സി പിക്ക് എന്താ പ്രശ്നം? അതെന്തിനാ? അവർക്ക് പിരിഞ്ഞു പോകണല്ലോ. പോലീസ് പാർട്ടി ഉണ്ടാവും. ഞങ്ങൾ വാഹനങ്ങൾക്ക് സുരക്ഷ നേതാക്കൾ പോകുന്നില്ല. ഞങ്ങളെല്ലാം വണ്ടി പോയ ശേഷം ഞങ്ങൾ വണ്ടി പോകാൻ ബാക്കിയുള്ളവർ മാറി. ഞങ്ങൾ നേതാക്കളാരും പോകുന്നില്ല. ഇപ്പോഴും സംഘർഷാവസ്ഥക്ക് അയവ് സംഭവിച്ചുവെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ ഇവിടെ ഈ റോഡിൽ കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധിക്കുകയാണ്. പോലീസിന്റെ ഏകപക്ഷീയമായ നടപടി ഉണ്ടായി എന്നാരോപിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ ഇപ്പോൾ ഈ റോഡിൽ നിന്ന് പ്രതിഷേധിക്കുന്നത്. അതായത് യൂത്ത് കോൺഗ്രസിന്റെ പദയാത്ര ഇന്ന് വൈകിട്ട് ഈ മലപ്പട്ടത്ത് നമുക്കറിയാം CPM-ന്റെ കണ്ണൂർ ജില്ലയിലെ തന്നെ ശക്തി കേന്ദ്രമാണ്. അവിടെ പദയാത്ര സംഘടിപ്പിച്ചു. ഒരാഴ്ച മുമ്പ് കോൺഗ്രസിന്റെ ഇവിടെ ഒരു സ്തൂപവും യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് മലപ്പട്ടത്ത് സംഘടന സ്വാതന്ത്ര്യം നൽകുന്നില്ല എന്നാരോപിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ടായത്.